അസ്സലാമലൈക്കും. ഞാൻ ഒരുപാട് ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ പനി കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഇന്നിങ്ങനെ വിചാരിച്ച് വീഡിയോ എടുത്താലോ എന്ന്. ഇതാ രാവിലേക്കുള്ള ദോശ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കണം. പിന്നെ പയർ ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. ഇത് ഉച്ചക്കൊക്കെയുള്ളതാണ്. ഞാനല്ല കേട്ടോ കട്ട് ചെയ്തത്. എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട, അതിൻ്റെ മോന് ചെയ്തതാണ്. രാവിലെ ഞാൻ ദോശ ഇടുമ്പോൾ എൻ്റെ കൂടെ നടന്ന് എനിക്ക് എന്തെങ്കിലും പണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കട്ട് ചെയ്യാൻ കൊണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ നടന്നപ്പോൾ ഞാൻ കൊടുത്തതാണ് പയർ. കട്ട് ചെയ്തതാണ്. അതാണ് ഇങ്ങനെ ഞാൻ ചെറുതാക്കിയാണ് കട്ട് ചെയ്യൽ. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ലിനു എന്തൊക്കെയുണ്ടെന്ന്? ചോറുണ്ട്, പയറുപ്പേരിയുണ്ട്, ഗ്രേവി ഉണ്ട്. എന്ത് ഗ്രേവി? ചിക്കൻ ഗ്രേവി. വെണ്ടക്കക്കറി ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ചക്കത്തെ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരമൊക്കെ ചായക്ക് എന്തെങ്കിലും കടി വേണ്ട. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അരി വറുത്ത് പൊടിച്ച് വെച്ചത് പൊടി. അപ്പോൾ അതിലേക്ക് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാൻ എന്ന് കരുതി അങ്ങനെ ഇതാ കൊപ്ര അടിച്ചെടുത്തതാണ് മിക്സിയിലിട്ട്. നമ്മൾ ഇതിലേക്ക് അരി പൊടിച്ചതിട്ടിക്കണേ. പിന്നെ അതുപോലെ തന്നെ ശർക്കര പൊടിച്ച് കണ്ടിട്ടിക്കണേ. കൊപ്ര ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ബൗൾസ് ഉണ്ടാക്കാം. ഇതുപോലെ ഉരുളകളൊക്കെ 2 കൈ വെച്ചാക്കിയാൽ മതി. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. വൈകുന്നേരത്തെ ചായ കുടിക്കണേ. ഇതാ അരിയുണ്ട. ഞാൻ പറഞ്ഞ പേരട്ട അരിയുണ്ടാന്ന്. എങ്ങനെയുണ്ട് മാ? ഒന്നും പറയാനില്ല, സൂപ്പർ. എങ്ങനെ ഉണ്ടല്ലിന? സൂപ്പർ. ഞാനും കുടിക്കട്ടെ. വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കണേ. വാക്കിങ് തിന്നുകാണ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ്. ലിജു ഉറങ്ങാണ്, എണീറ്റിട്ടില്ല. ഭയങ്കര പനിയാണ്. ആരെങ്കിലും ഒക്കെ കഴിക്കാറുണ്ടാ? ഉണ്ടെങ്കിൽ കമൻറ്റ് കണ്ടി നോക്കട്ടല്ലേ ഇങ്ങോട്ട് കാണിച്ചാ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്ന് രാത്രി ഇനിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിന് പോകണ്ടേ. അസ്സലാമു അലൈക്കും. ബൈ.